ആ രണ്ട് നമ്പറിന്റെയും എന്താണ് LCM-ഉം HCF എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതിനുശേഷം LCM ഇൻറ്റു HCF ചെയ്യുന്നത് എന്താണ്, ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 26 and 91. 26 and 91. Okay, 26 and 91. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 26-ന് എന്ത് ചെയ്യുക, അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, 26-ന് എന്ത് ചെയ്യുക, അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് 26 നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. സോ 22-ലെ 2 എത്ര ടൈംസ് പോകും, 1 ടൈം അല്ലേ. 6 എത്രയാണ്, 3 ടൈംസ്. 13 നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, 13 എഴുതാനേ പറ്റുള്ളൂ. 13 പ്രൈം നമ്പർ ആണ് അല്ലേ. ഇപ്പൊ പ്രൈം നമ്പറിനെ എന്താണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുകയാണ്, 1 കിട്ടുകയാണ്. അപ്പൊ 26-നെ എങ്ങനെ എഴുതാം, 26 അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം, 2 into 13 എന്താണ് 2 into 13 എന്ന് എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ 91 ആണ്. നെക്സ്റ്റ് വൺ ഏതാണ്, 91 നമുക്ക് ഒരിക്കലും എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 1 ആണ്. അപ്പോൾ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് 9 + 1 എത്രയാണ്, 9 + 1 9 + 1 10 ആണ്. 10 എന്നല്ല 3യുടെ ഡിജിറ്റ് അല്ല അല്ലെ, 3യുടെ മൾട്ടിപ്പിൾ അല്ല. സോ അത് കാരണം നമുക്ക് 91 എന്താണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒരിക്കലും ഇല്ല അല്ലെ. കാരണം ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് 0 5 ആവണം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനിയുള്ള പ്രൈം നമ്പർ ഏതാണ്, 7 ആണ് അല്ലേ. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നോക്കി 9 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 9 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും, 2 കിട്ടും. ആ 2-നെ 1 കൊണ്ട് ചേർത്ത് വെക്കുമ്പോൾ 21 ആയി. 21-നെ നമുക്ക് ഉറപ്പായിട്ടും 7 കൊണ്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും 91-നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. നോക്കി 9 + 7 എത്ര ടൈംസ് പോകും, 9 1 ടൈം അല്ലേ. 9 + 7 1 ടൈം. റിമൈൻഡർ 2 ആണ്. ആ 2-നെ 1 കൊണ്ട് ചേർത്ത് വെക്കാൻ നമുക്ക് എത്ര കിട്ടും, ആൻസർ 21 കിട്ടും. അപ്പൊ 21/7 എത്രയാണ്, 3 ആണ്. 13. അപ്പൊ നിങ്ങൾക്കറിയാം 13 എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പർ ആണ്. ആ പ്രൈം നമ്പറിന് അല്ലേ, ഒരു പ്രൈം നമ്പറിന് അതുകൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ 13/13 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ആൻസർ 1 കിട്ടും. സോ 91 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്, 7 into എന്താണ് 7 into 30. 7 into 30. ഇതാണ് നമുക്ക് രണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി, 26-ന്റെയും 91-ന്റെയും. പക്ഷെ ഇനി എന്താണ് LCM, എന്താണ് HCF? നമുക്ക് ഈ രണ്ടിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കാര്യം നമുക്ക് അറിയാം അല്ലെ. 26-ന്റെയും 91-ന്റെയും എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ അറിയാം. ഇത് വെച്ചിട്ട് HCF-ഉം LCM-ഉം നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്ന കാര്യം എന്താണ്, HCF ആണ്. HCF. അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ നിന്നും HCF എങ്ങനെ കണ്ടുപിടിക്കാം നോക്കി. ഈ രണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ അല്ല കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്, കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയാണ്, അത് 13 ആണ്, 13 ആണ് അല്ലെ. 13 ആണ്. രണ്ടിലും എന്താണ് കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നവരാണ് 13. സോ ഇവിടുത്തെ HCF എന്താണ്, 13. അപ്പൊ HCF എന്താണ്, HCF എന്താണ്, HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതാണ് 13. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, 13 ആണ്. എത്രയാണ്, 13. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നവരാണ് 13 ആണ്. സോ അത് കാരണം എന്താണ് ഇവിടുത്തെ HCF എന്ന് പറഞ്ഞാൽ ആരാണ്, HCF 13 ആണ്. നെക്സ്റ്റ് വൺ കണ്ടുപിടിക്കേണ്ടതാണ് LCM ആണ്. LCM ശ്രദ്ധിക്കുക, LCM എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നിങ്ങൾ ഇതിലെ HCF ആരാണ്, 13 ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാണ്, 13 ആണ്. സോ നമ്മൾ 13 എഴുതി. 13 into രണ്ടിലും കോമൺ ആയിട്ട് നമ്മൾ ഒരു 13 സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 13 into ബാക്കി ഇവിടെ 2-ന് ഒരു പേരുണ്ടോ ഇവിടെ എടുക്കാൻ, ഇല്ല. അപ്പൊ 13 into 2 into ഇവിടുത്തെ 7 ഒരു പേരുണ്ടോ എടുക്കാൻ, അതുമില്ല. അപ്പൊ ഇൻറ്റു എന്താണ് 7. ഇതാണ് എന്ത് ഇവിടത്തെ LCM. ഒന്നുകൂടെ പറയുകയാണ്, രണ്ട് നമ്പറുകളുടെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ എഴുതിയില്ലേ, 2 into 13-ഉം അടുത്ത 91 ആണെങ്കിൽ 7 into 30. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. സോ ഈ 13 ആണ് ഇവിടുത്തെ എന്ത്, HCF, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോ HCF നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എത്രയാണ്, 13. നെക്സ്റ്റ് വൺ എന്താണ്, LCM ആണ് നമുക്ക് വേണ്ടത്. LCM എങ്ങനെ കണ്ടുപിടിക്കും, രണ്ടിന് പേരല്ല, 13 ഇവിടെ ഒരു പേരുണ്ട് അല്ലേ. അപ്പൊ അതിന് ഒരെണ്ണം സെലക്ട് ചെയ്തു, ഏതാണ് 13 സെലക്ട് ചെയ്തു. പിന്നെ ബാക്കി രണ്ടെണ്ണം എന്താണ് പേരല്ലാത്ത രണ്ട് നമ്പേഴ്സ് 2-ഉം 7-ഉം ആണ് അല്ലെ. അപ്പൊ 2 into 7.
സോ ഇവിടെ ആൻസർ 13 into 2 into 7 ആൻസർ 182 എന്ന് കിട്ടും. എത്ര കിട്ടും? 182 എന്ന് കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പർ HCF അറിയാം, LCM അറിയാം. ദെൻ നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്? LCM into HCF equal to പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് അതുകൂടെ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഇവിടെ എഴുതുകയാണ് എന്താണ് LCM into അല്ലെ LCM into HCF equal to എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്? എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? A into B എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം LCM ഇവിടെ എത്രയാണ്? LCM 182 ആണ് ഇവിടുത്തെ LCM. അതുപോലെ HCF എത്രയാണ്? HCF 13 ആണ് അല്ലെ, into 13 equal to നമ്മുടെ A എത്രയാണ്? A യും B എന്ന് പറഞ്ഞ ടു നമ്പേഴ്സ് ആണ് അല്ലെ. ടു നമ്പേഴ്സ് ആണ് 26 91. സോ 26 into 91, 26 into എന്താണ് 91 അല്ലെ. സോ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കുക. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2366 എന്ന് കിട്ടും. ഓക്കെ, രണ്ട് സൈഡിൽ നമുക്ക് ഒരുപോലെ തന്നെ കിട്ടും. എന്താണ്? 2366 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും രണ്ട് സൈഡിലും എന്താണ് 2366 എന്നുള്ള വാല്യൂ രണ്ട് സൈഡിലും കിട്ടും. ഓക്കെ, ഈ LCM HCF മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ആ രണ്ട് നമ്പറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഒരേ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് നമ്പറുകൾ തന്നിരുന്നാൽ എങ്ങനെ HCF-ഉം LCM-ഉം കണ്ടുപിടിക്കാം. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം അല്ലെ. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? LCM of A, B into HCF of A, B equal to എന്താണ്? A into B എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത പോകുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 510 and 92. നമ്മൾ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 510 അല്ലെ. 510 and 92. അത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താണ്? 510ന്റെ എന്ത് കണ്ടുപിടിക്കുക? പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ അങ്ങോട്ട് ഞാൻ ചെയ്യുകയാണ്. 510ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. നമുക്ക് ഇതിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 510നെ ഏത് നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ഏത് പ്രൈം നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. കാരണം എങ്ങനെ മനസ്സിലായി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് വേണമെങ്കിൽ 5 കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. സോ 5 ൽ 2 എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. റിമൈൻഡർ 1 ആണ്. ആ 1നെ ഈ 1 നോട് ചേർക്കുമ്പോൾ എത്രയാവും? 11 ആവും. 11 ൽ 2 എത്ര ടൈംസ് ആണ്? 11 ൽ 5 ടൈംസ് ആണ്. വീണ്ടും റിമൈൻഡർ 1 ആണ്. ആ 1നെ ഇവിടുത്തെ 0 ആയിട്ട് ചേർക്കുമ്പോൾ എത്രയാണ്? 10 ആണ്. 10 ൽ എത്ര ടൈംസ് പോവും? 5 ടൈംസ്. 255 കിട്ടി. 255. സോ 255നെ ഞാൻ അടുത്ത 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെ മനസ്സിലായി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നില്ലെന്ന്? ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആയിരുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 5 ആണ് അല്ലെ. ഉറപ്പായിട്ടും 255 നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 25ലെ 5 എത്ര ടൈംസ് പോവും? 25ൽ എത്ര ടൈംസ് പോവും? 5 ടൈംസ്. 5 എത്ര ടൈംസ് പോവും? 5 1 ടൈംസ്. ആൻസർ കിട്ടി നമുക്ക് 51 എന്ന് കിട്ടി. 51. ഇനി നമുക്ക് 51നെ ഏത് നമ്പർ കൊണ്ടെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് 51നെ 51 ആദ്യം ചെക്ക് ചെയ്യുന്ന ഒരു പ്രൈം നമ്പർ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും 51നെ അല്ലേ. 5 + 1 എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ഒരു 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 51നെ എനിക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 51നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എത്ര കിട്ടും ആൻസർ? 5ൽ 3 എത്ര ടൈംസ് പോകും? 1 ടൈംസ്. റിമൈൻഡർ 2 ആണ്. ആ 2നെ 1 നോട് ചേർക്കുമ്പോൾ എത്രയാവും? 21 ആവും. 21ൽ 3 എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും അല്ലെ. 17. ഓക്കെ, ഇതാണ് 17. 17 ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. 17നെ നമുക്ക് 17 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ബാക്കി എത്ര കിട്ടും? 1 അല്ലെ. 17/17 ആൻസർ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് 510ന്റെ എന്ത് കിട്ടി? ആ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിയതാണ് 2 into 3 into 5 into 17. ഓക്കെ, 510ന്റെ എന്ത് കിട്ടി? പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി.
നെക്സ്റ്റ് വൺ ഉള്ള ഏതാണ് 92 ആണ്. അപ്പൊ 92നെയും എന്ത് ചെയ്യാണ് ആ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. 92 ബൈ ഫസ്റ്റ് നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 9 2 എത്ര ടൈംസ് പോകും, 4 ടൈംസ് അല്ലേ. 4 into 2 8 ആണ്. നമ്മൾ 9 8 എടുത്തുള്ളൂ, റിമൈൻഡർ 1 ആണ്. ആ 1ന് 2 ആയിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ 12 ആവും അല്ലേ. 12 എത്ര ടൈംസ് പോകും, 12 6 ടൈംസ് പോകും, 46. 46നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഇനിയും ഡിവൈഡ് ചെയ്യാം അല്ലേ. Then 2 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 4 ൽ എത്ര ടൈംസ് പോകും, 2 ടൈംസ്. 6 ൽ എത്ര ടൈംസ് ആണ്, 3 ടൈംസ്, 23. 23 നിങ്ങൾക്ക് അറിയാം ഏകദേശം. നമ്മളൊരു 2 നമ്പർ 23 നമുക്ക് അറിയാം. 23 നമ്മൾ എന്താണ് നമ്മൾ പറയുന്ന ടേബിളിലൊന്നും 23 വരുന്നില്ല. സോ 23 ഏത് നമ്പർ ആണ്, 23 ഒരു പ്രൈം നമ്പർ ആണ്. സോ 23 നമുക്ക് എന്ത് ചെയ്യാം, 23 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ആൻസർ എന്ത് കിട്ടും, 1 കിട്ടും. സോ 92ന്റെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്, 2 into 23 ആണ്. സോ ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിൽ ഏതാണ് HCF അല്ലെങ്കിൽ ഇതിൽ എത്രയാണ് HCF അല്ലെ. HCF നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം. HCF നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, രണ്ട് പ്രൈം ഫാക്ടറൈസേഷനിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്, 2 ആണ്. ഇതാ ഒരു പേര് നമ്മൾ വരച്ചു കഴിഞ്ഞു, 2. അടുത്ത് 3 എടുക്കാൻ വേണ്ടി ഇവിടെ 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 ഉണ്ടോ എടുക്കാൻ, ഇല്ല. ഈ ഒരു 2ന് പേർ ചെയ്യാൻ ഇവിടെ ഒരു 2 ഉണ്ടോ, ഇല്ല. ഇവിടെ ഒരു 5 ആണ്, ആ 5ന് പേർ ചെയ്യാൻ ഇവിടെ ഒരു 5 ഉണ്ടോ, അതും ഇല്ല. 7നുണ്ട്, 7ന് പേർ ചെയ്യാനും എന്താണ് മറ്റൊരു 7 താഴെ ഇല്ല. സോ ഓൺലി പേർ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. സോ ഇതിലെ എന്താണ് HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ്, 2 ആണ്. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ്, 2 ആണ്. 2 ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ 2. നെക്സ്റ്റ് വേണ്ടത് ഏതാണ്, LCM ആണ്. LCMന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പെയർ ചെയ്ത നമ്പറിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക, എന്നിട്ട് പെയർ ചെയ്ത നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരെണ്ണം സെലക്ട് ചെയ്യുക. രണ്ട് നമ്മൾ 2നെ പെയർ ചെയ്തു അല്ലേ, ഒരു 2നെ പുറത്തെടുക്കുക. അപ്പൊ 2 into നെക്സ്റ്റ് ഇവിടെ ഒരു 3 ഉണ്ട്, 3 into ഇവിടെ ഒരു 5 ഉണ്ട്, 5 into 17 into നമ്മൾ ഇതിന് ഒരെണ്ണം ഒരു 2നെ ഔട്ട് ചെയ്തു. ഇതെവിടെ ബാക്കി ഞാനുണ്ട്, ഒരു 2 ഉണ്ട്, ഒരു 23 ഉണ്ട്. അപ്പൊ 2 into 23 ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്, 46,920. സോറി അതല്ല, ആൻസർ എന്താണ് 23,460. ഓക്കെ, ഈ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ നോക്കുക, 2 into 3 into 5 into 17 into 2 into 23 ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടും, 23,460 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ എന്ത് LCM. നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഒരു കാര്യം ഇതാണ്, എന്താണ് LCM ഇൻറ്റു അല്ലേ, എന്താണ് LCM ഇൻറ്റു HCF ഈക്വൽ ടു എന്താണ് A into B എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടുത്തെ LCM എത്രയാണ്, LCM ഇവിടെ കിട്ടിയത് ഏതാണ്, 23,460 ഇൻറ്റു HCF എത്രയാണ്, HCF 2 ആണ് അല്ലേ. അപ്പൊ ഇൻറ്റു എന്താണ്, ഇൻറ്റു 2 ഈക്വൽ ടു A into B. നമ്മുടെ A ആരാണ്, A എന്ന് പറഞ്ഞാൽ A യും B രണ്ട് നമ്പേഴ്സ് ആണ് അല്ലേ. നമുക്ക് തന്നിട്ടുള്ള രണ്ട് നമ്പർ ആണ് ഇത് 510 92. അപ്പൊ എന്താണ് ഈക്വൽ ടു എന്താണ് 510 into 92. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റു ചെയ്ത് നോക്കുക. രണ്ടും കൂടെ നമുക്ക് ഇൻറ്റു ചെയ്ത് നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഏതാണത്, 46,920. രണ്ട് സൈഡിൽ നമുക്ക് അതിനെ കിട്ടും കേട്ടോ, 46,920. ജസ്റ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. അതുപോലെ 510നെ 92 ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 46,920 എന്ന് കിട്ടും. Then അതിലൊരു തേർഡ് പ്രോബ്ലം, ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, 336 and 54. ജസ്റ്റ് അതുകൂടെ ഒന്ന് ചെയ്യുകയാണ്.
This is last question ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 336 and 54. അതെന്ത് ചെയ്യുക? 336 എന്ത് ചെയ്യുക? പ്രൈം ഫാക്ടർസ് ചെയ്യുക അല്ലേ? 336 എന്ത് ചെയ്യാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എത്ര ടൈംസ് പോകും? 1 ടൈംസ്. റിമൈൻഡർ 1 ആണല്ലേ? അതിനെ 3 ആയിട്ട് ചേർക്കുമ്പോൾ 13 ആവും. 13 2 എത്ര ടൈംസ് പോകും? 6 ടൈംസ് അല്ലേ? 6 into 2 12 ആണ്. വീണ്ടും റിമൈൻഡർ 1 ആണ്. അതിനെ 6 ആയിട്ട് ചേർക്കുമ്പോൾ എത്രയാവും? 16 ആവും. 16 2 എത്ര ടൈംസ് പോകും? 8 ടൈംസ്. 168 എന്ന് കിട്ടി. വീണ്ടും 168 നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 16 2 എത്ര ടൈംസ് പോകും? 8 ടൈംസ് പോകും. 8 എത്ര ടൈംസ് പോകും? 4 ടൈംസ്. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 2 4 ടൈംസ്. 4 എത്ര ടൈംസ്? 2 ടൈംസ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 എത്ര ടൈംസ് ആണ്? 4 2 1 അല്ലെ? 21. 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പകരം നമുക്ക് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 + 1 3 ആണല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. അപ്പൊ 21/3 ചെയ്യാം. 21/3 എന്താണ്? 21/3 7 ആണ്. 7 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി നമുക്ക് 7നെ ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ 7/7 7/7 എന്താണ് ആൻസർ? 1 ആണ്. സോ 336നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 into 3 into 7 എന്ന് എഴുതാം. ഇത്രേ പറ്റുള്ളൂ അല്ലേ? എന്താണ് 336 എങ്ങനെ എഴുതി? 2 into 2 into 2 into 2 into എന്താണ്? 3 into 7 എന്ന് എഴുതി. നെക്സ്റ്റ് വൺ ഇതുപോലെ നമുക്ക് 54 കൂടെ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ 54നെ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 54 എന്തുണ്ട്? 54നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 2 എത്ര ടൈംസ് പോകും? 5 2 ടൈംസ് അല്ലേ? 2 into 2 4 ആണ്. 2 ടൈംസേ പോവുള്ളൂ. റിമൈൻഡർ 1 ആണ്. ആ 1നെ ഫോർവേഡ് ചേർക്കുമ്പോൾ 14 2 എത്ര ടൈംസ് പോകും? 14 7 ടൈംസ് പോകും. 27 കാണുമ്പോഴേ അറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല നമുക്ക്. പകരം ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 27/3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9നെ വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9/3 ആൻസർ 3 ആണ്. 3 ഒരു പ്രൈം നമ്പർ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആൻസർ ബാക്കി എന്താണ്? 1 ആണ്. ഓക്കെ. ഇവിടുത്തെ പ്രൈം ഫാക്ടറൈസേഷൻ 2 into 3 into 3 into 3 എന്ന് കിട്ടി അല്ലേ? 2 into 3 into 3 into 3 അതല്ലേ ഉള്ളൂ. 2 into 3 into 3 into 3. അപ്പൊ നിങ്ങൾ പറയും പോലെ എന്താണ് ഇവിടുത്തെ ഏതാണ് ഇവിടുത്തെ HCF അല്ലെ? ഫസ്റ്റ് നമുക്ക് വേണ്ടതാണ് HCF ആണല്ലേ വേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ ഏതാണ് HCF? ഓക്കെ, HCF ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് ഒരു 2 ഉണ്ടല്ലേ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ടല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? 2നെ ആദ്യം പെയർ ചെയ്യാം. 2നെ ഇതാ പെയർ ചെയ്തുകൊണ്ട് 2നെ ഇവിടെ പെയർ ചെയ്തു. മുകളിൽ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട് പെയർ ചെയ്യാനായിട്ട്. മുകളിൽ വീണ്ടും ഒരു 2 ഉണ്ട്, പക്ഷെ താഴെ പെയർ ചെയ്യാൻ അടുത്ത് 2 ഉണ്ടോ? ഇല്ല, താഴെ 2 ഒന്നുമില്ല. അപ്പൊ ഈ 2നെ നമുക്ക് പെയർ ചെയ്യാൻ ഇവിടെ ആരും ഇല്ല. ഇനി മുകളിലുള്ള ഒരു 3 ആണ്. ആ 3 താഴത്തെ ഒരു 3 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പെയർ ചെയ്യാം. ബാക്കി ഇനി ഒരു 7 ആണ്. 7നെ പെയർ ചെയ്യാനായിട്ട് താഴെ ഒരു 7 ഇല്ല. നമ്മളിവിടെ പെയർ ചെയ്തിട്ടുള്ള ആരെയാണ്? 2 2 ഉണ്ട്, അതിന് 2 2നെ നമ്മൾ പെയർ ചെയ്തു അല്ലേ? 2 3 ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? പെയർ ചെയ്തു. ഇനി പെയർ ചെയ്യാനായിട്ട് 2 നമ്പേഴ്സ് ഇല്ല അല്ലെ? ഇനി നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റില്ല. 3യോ 2നെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ പെയർ ചെയ്ത നമ്പറിൽ നിന്ന് ഓരോന്നിനെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. നമ്മൾ 2നെ പെയർ ചെയ്തു, അതിന് ഒരു 2നെ സെലക്ട് ചെയ്യുക. 2 into നമ്മൾ 3യെ പെയർ ചെയ്തു അല്ലേ? അതിനൊരു 3 എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. 2 into 3 എത്രയാണ്? 6. ഇവിടെ 6 ആണ് എന്ത് ഇവിടുത്തെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ഏതാണ്? LCM ആണ്. അടുത്ത് വേണ്ടതാണ് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. LCM എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയോ? LCM ആദ്യമേ തന്നെ നമ്മൾ പെയർ ചെയ്ത ഓരോന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ 2 ഉണ്ട്, അതിനൊരു 2നെ സെലക്ട് ചെയ്യുക. പെയർ ചെയ്ത് 3 ഉണ്ട്, അതിനൊരു 3യെയും കൂടെ സെലക്ട് ചെയ്യുക. ഇൻറ്റു നോക്കി ബാക്കി ഇവിടെ എത്ര 2 ഉണ്ടാ പെയർ ചെയ്യാതെ? 1 2 3 അല്ലേ? അപ്പൊ അത് എഴുതുക. 2 into 2 7 പെയർ ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ ഇൻറ്റു 7. ഇവിടെ താഴെ പെയർ ചെയ്ത ആരാണുള്ളത്? ഇനി ബാക്കി 3 ആണ് അല്ലേ? 3 into 3 ആണ്. അപ്പൊ ഇൻറ്റു എന്താണ്?
3 into 3. നമ്മൾ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ അത് കിട്ടും. നിങ്ങൾ വീട്ടിൽ മൾട്ടിപ്പിൾ നോക്കുക. നമുക്ക് ആൻസർ അതിന്റെ LCM കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3024 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് LCM. ഇത്രയും മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3024 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്താണ്? LCM ഇൻറ്റു എന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു എന്താണ്? A ഇൻറ്റു B ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഇവിടുത്തെ LCM ഏതാണ്? LCM 3024 ആണ് ഇവിടുത്തെ LCM. HCF എത്രയാണ്? HCF 6 ആണ്. അപ്പൊ ഇൻറ്റു 6 ഈക്വൽ ടു A ഇൻറ്റു B. ഇവിടെ A എത്രയാണ്? A 336 അല്ലേ? അപ്പൊ 336 ഇൻറ്റു B എത്രയാണ്? B എന്ന് പറഞ്ഞാൽ 54 ആണ്. ഇൻറ്റു 54. സോ രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 18,144. രണ്ട് സൈഡിൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? അത് തന്നെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്പിൾ നോക്കുക. ഓക്കെ, നമുക്ക് അപ്പം എന്ത് കിട്ടും? നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. എന്താണ്? 18,144 എന്നുള്ള വാല്യൂ കിട്ടും. നമ്മൾ എന്താണ് ഈ കണ്ടീഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇതാണ് എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ എന്താണ്? നമ്മളെ റൂളിനെ ബേസ് ചെയ്ത്, നമ്മുടെ തിയറത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് നമ്മുടെ തിയറം? എന്താണ് തിയറം അല്ലെ? നമ്മുടെ തിയറം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ അറിയാം അല്ലെ? എയും ബി എന്ന് പറയുന്ന രണ്ട് നമ്പർ നമുക്ക് അറിയാം അല്ലെ? രണ്ട് എന്താണ്? പോസിറ്റീവ് ഇന്റിജർ ആണ് എയും ബി. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് എന്താണ് അതിന്റെ LCM HCF എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെ? LCM HCF എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഞാൻ പറഞ്ഞു. പ്രൈം ഫാക്ടേഴ്സിന് ഉപയോഗിച്ച് നമ്മൾ എന്താണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ എന്താണ് LCM HCF എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. സോ നമ്മുടെ ബേസ് റിലേഷൻ എന്താണ്? LCM ഇൻറ്റു HCF ഈക്വൽ ടു എന്താണ്? A ഇൻറ്റു B അല്ലെ? രണ്ട് നമ്പറിന്റെ LCM HCF അതിന്റെ പ്രോഡക്റ്റ് എന്ത് ഇക്വലന്റ് ആണ്? ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റിന് ഇക്വലന്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ഈ രണ്ടാമത്തെ എക്സസൈസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറം. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് ഇന്റിജേഴ്സ് by applying the prime factorization method. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്ര ചോദിച്ചിട്ടുള്ളൂ. എന്താണ്? LCM HCF മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് നമ്മൾ എന്താണ് തിയറം ഒന്നും എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിയറം ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ല. ഒള്ളി LCF എന്താണ് LCM മാത്രമേ HCF LCM മാത്രമേ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളൂ യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, സോ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളിവിടെ രണ്ട് നമ്പറാണ് നമ്മളിവിടെ എന്താണ് LCM HCF കണ്ടുപിടിച്ചതെങ്കിൽ അവിടെ ചോദിച്ച മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? 3 നമ്പേഴ്സ് ആണ്. ഓക്കെ, സാറേ ചോക്കില്ലേ സാറേ വേറെ? ഓക്കെ, നമ്മുടെ അല്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് ഇന്റിജേഴ്സ് ബൈ അപ്ലൈയിങ് ദി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നോക്കി, ഫസ്റ്റത്തെ ക്വസ്റ്റ്യനില് 3 നമ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഒന്നാമത്തെ നമ്പർ 12, 15 ആൻഡ് 21. ഓക്കെ, 3 നമ്പർ ഉണ്ട്. 12, 15 ആൻഡ് 21. ഈ 3 നമ്പറിന്റെയും LCM HCF എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് എന്താണ് 12നെ ഒന്ന് പ്രൈം ഫാക്ടർ ചെയ്യാൻ 12. ഓക്കെ, അപ്പൊ 12നെ നമുക്ക് ഫസ്റ്റ് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 12 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 ബൈ എന്താണ്? 12 ബൈ എന്താണ്? 2. 12 ബൈ 2 ആൻസർ എന്താണ്? 12 ബൈ 2 6 ആണ്. 6നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 ബൈ 2 ആൻസർ എന്താണ്? 3 ആണ്. 3 ഒരു പ്രൈം നമ്പർ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. ആൻസർ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ള ആൻസർ കിട്ടും. സോ 12 നമുക്ക് ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാം. 2 into 2 into 3. 2 into 2 into 3. നെക്സ്റ്റ് വൺ 15. 15നെ ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്ക് 15നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. 3 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5 വെച്ച് 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 ആൻസർ കിട്ടും. 3 ഒരു പ്രൈം നമ്പർ ആണ്. 3 എഴുതാനേ പറ്റുള്ളൂ. എന്താണ്? 3 by 3 ആൻസർ എന്താണ്? 1 ആണ് അല്ലേ? 15 നമുക്ക് എങ്ങനെ എഴുതാം? 15 ഈക്വൽ ടു എന്താണ്? 5 into 3. 5 into 3. 5 into 3.
നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ 21 ആണ്. 21 എന്ത് ചെയ്യാണ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകും. 21 നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യാം? ആ പ്രൈം നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ 21/3 ആൻസർ എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. 7 ഒരു പ്രൈം നമ്പർ ആണ് അല്ലെ? 7 നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 7/7 ആൻസർ എന്താണ്? 1 ആണ്. അപ്പോൾ 21 എങ്ങനെ എഴുതാം? 21 ഈക്വൽ ടു എന്താണ്? 3 into 7 അല്ലെങ്കിൽ 7 into 3 എന്ന് എഴുതാം. 7 into 3. ഇതിൽ ഏതാണ് HCF അല്ലെങ്കിൽ HCF നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ മൂന്ന് നമ്പറിന്റെയും പ്രൈം ഫാക്ടേഴ്സിനെ കണ്ടു. 12ന്റെ ആണെങ്കിൽ 2 into 2 into 3 ആണ്. 50ന്റെ ആണെങ്കിൽ എന്താണ്? 5 into 3 ആണ്. 21ന്റെ ആണെങ്കിൽ എന്താണ്? 7 into 3. ഇത് എങ്ങനെ HCF കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് രണ്ട് നമ്പറിൽ നമ്മൾ പെയർ ചെയ്തു അല്ലേ? പെയർ ചെയ്തു. രണ്ട് നമ്പറിലും കോമൺ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിൽ മൂന്ന് നമ്പറിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതുണ്ട്? 2 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്താണ്? 5 ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ രണ്ടിടത്തും ഇല്ല. 5 7 ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ മൂന്ന് ഇതിലും കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 3 ആണല്ലേ? അപ്പൊ നമുക്ക് 3 എന്ത് ചെയ്യാം? 3 ഒരൊറ്റ ഗ്രൂപ്പിലാക്കാം. 3 എന്ത് ചെയ്യാം? ഒരൊറ്റ ഗ്രൂപ്പിലാക്കാം. സോ ഇവിടത്തെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എത്രയാണ്? HCF ഈക്വൽ ടു 3 ആണ്. HCF ഈക്വൽ ടു 3 ആണ്. ഓക്കേ, HCF ഈക്വൽ ടു 3. Then next one LCM ആണ്. LCM നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? LCM നമ്മൾ ഈ മൂന്ന് നമ്പറിൽ നിന്ന് പെയർ ചെയ്ത നമ്പർ ഏതാണ്? മൂന്ന് നമ്പറിൽ നിന്ന് പെയർ ചെയ്ത ആരാണ്? മൂന്നിൽ നിന്ന് പെയർ ചെയ്തത് 3 ആണ് അല്ലേ? അപ്പൊ 3 into ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ഇതിനകത്ത്. അത് ഞാൻ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്തോളൂ. ഓക്കെ, 3 സെലക്ട് ചെയ്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 2 into 2 അല്ലേ? 2 into 2 into ഇവിടെ ആരുണ്ട്? 5 ഉണ്ട്. 5 into ഇവിടെ ആരുണ്ട്? 7 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് LCM ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3 into 7 LCM 420 എന്ന് കിട്ടും. 420 LCM എത്ര കിട്ടി? 420 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? മൂന്ന് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തുകൊണ്ട് HCFും LCMും കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി അല്ലേ? ഫസ്റ്റ് ഒന്നുകൂടെ എന്ത് ചെയ്യുക? ഫസ്റ്റ് എന്ത് ചെയ്യുക? മൂന്നെണ്ണത്തിന് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ആക്കുക. അതിന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. അതിന് ഒരു നമ്പറിന് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് എടുക്കുക. ഏതാണ് അവിടുത്തെ എന്ത്? HCF. ബാക്കി അതിന് ഒരു കോമൺ ആയിട്ട് നമ്പറിന് ഏതാ? 3. ഈ മൂന്ന് നമ്പറിൽ നമ്മൾ കോമൺ ആയിട്ട് 3 എടുത്തു. ബാക്കി ഇവിടെ 2 into 2 എഴുതി കഴിഞ്ഞു. അടുത്ത 5 അല്ലെ? ഒരുപാട് കിടന്ന 5 into 7. നമുക്ക് അതിന്റെ ആൻസർ എന്ത് കിട്ടി? 4. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ ബൈ.